അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലാണോ സലാം അടക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ലൈവ് പോകുന്നുണ്ടല്ലേ? ലൈവ് നിർത്തി റെക്കോർഡിംഗ് ആക്കിയാൽ മതി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. കുറേ സമയമായില്ലിരിക്കുന്നു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഞാൻ നിങ്ങളെ 4 ടീമായി തിരിക്കുകയാണേ. നിങ്ങൾ 4 റോയലായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ഇങ്ങോട്ട് നോക്കൂ. ഇതൊന്ന് 2 3 4. ഇത്തരമൊരു ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് നടുവിലിരിക്കുന്നവരാണ് നല്ല ശക്തവാന്മാർ. അങ്ങനെയാണ് ഒരു നരേഷനുള്ളത്. അതാണോ അല്ലോ എന്ന് നമ്മളിപ്പോൾ തെളിയിക്കാൻ പോവാണ്. നിങ്ങളുടെ ബാധ്യത ആണ് എന്ന് ഉറപ്പിക്കുകയും 2 സൈഡിലുള്ളവർ അല്ല ഞങ്ങളാണ് എന്ന് തെളിയിക്കുകയും ചെയ്യണം. നോക്കിയാലോ? ഇപ്പം തന്നെ ഞാൻ തെളിയിച്ചു തരാം. 1 2 3 4. ഞാനിവിടെ സമസ്ത എന്ന് പറയും, അല്ലെങ്കിൽ SKSSF SKSB എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ സിന്ദാബാദ് വിളിക്കണം. ഇൻഷാ അല്ലാഹ് പറയും. ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ വിളിക്കുന്നവരായിരിക്കും ഈ ക്യാമ്പിൻ്റെ കുറേ കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരിക. ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എത്ര ശബ്ദം എടുക്കാൻ പറ്റുമോ അത്രയും ശബ്ദത്തിൽ കൈ മുകളിലേക്ക് ഉയർത്തി, വലത്തെ കൈ മുഷ്ടി ചുരുട്ടി സിന്ദാബാദ് വിളിക്കണം. അറിയൊക്കെ? ആർ യു റെഡി? അങ്ങനെയൊന്നും പറഞ്ഞാൽ അവർ ഉറക്കെ പറ. ആർ യു റെഡി? ഞാൻ പറയുന്ന ടീമേ പറയാം കേട്ടോ. ഒന്ന് സമസ്ത. അത് ശരി, സമസ്ത എന്ന് പറഞ്ഞാൽ സിന്ദാബാദ് വിളിക്കണടോ. ഒന്നാമത്തെ ടീമിന് തോൽവിയാണ് കേട്ടോ. 1 സമസ്ത. ഇത്രയും ആളുണ്ടായിട്ട് 8 ആളാണ് സിന്ദാബാദ് വിളിച്ചത്. അവർ ശക്തി മനസ്സിലായില്ലേ? 4 സമസ്ത. പോരാ. 2 സമസ്ത. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നടുവിലുള്ളവരല്ലേ ശക്തവാന്മാർ. ഇനി ഒന്നുകൂടി ഉണ്ട്. 3 സമസ്ത. ഇനി ഈ ഓർഡറിലാണ് വിളിക്കട്ടെ. 1 2 3 4 സമസ്ത. സമസ്ത 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 സമസ്ത. കണ്ടോ, ഒന്നാമത്തെ ടീം മിണ്ടണില്ല. എല്ലാവരോടും ഒന്നിച്ച് മുഷ്ടി ചുരുട്ടി വിളിക്കണം കേട്ടോ. സമസ്ത. മുഷ്ടി ചുരുട്ടി ഉയർത്തണം. ഓറൊക്കെ നിങ്ങൾ SKSFകാരല്ലേ, സമസ്തക്കാരല്ലേ? സമസ്ത. SKSSF. പോരാ. ഓറൊക്കെ ഈ ഓഡിറ്റോറിയം, സോറി, ഈ ഹാള് മുഴങ്ങിയിട്ട് ഇവിടെ തകരണം. സമസ്ത, SKSSF, SKSB, സമസ്ത. സിറ്റ് ഡൗൺ, ഓൾ സിറ്റ് ഡൗൺ. ബാക്കി നമ്മുടെ മലയിൽ സാഹിബ് ഉണ്ട്, ട്രെയിനർ ഉണ്ട്. ഇനി സിന്ദാബാദ് വേണ്ട. അത് ഈ ഒറ്റപ്പെട്ട ശബ്ദമൊക്കെ കൂട്ടത്തിൽ നിൽക്കണം. ഒറ്റപ്പെട്ട് നിന്ന പ്രശ്നമാണ്. കുട്ടികളെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ, അത് വെസ്റ്റ് ജില്ലയുടെ ടീൻസ് മീറ്റാണ് ഇവിടെ നടക്കുന്നത്. ടീൻസ് മീറ്റിൽ ഇരിക്കേണ്ടാത്തവരാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ 13, 14, 16, 17, 19, 18, 19, ടീൻ അവരാണ് കൗമാരപ്രായക്കാർ. അപ്പോൾ 13 വയസ്സ് മുതലുള്ളവരാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ മൗലവി പ്രായമുള്ള കുട്ടികളൊക്കെ സദസ്സിലുണ്ട്.
എനിക്ക് 1 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ഇനി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കണ്ടോ. ഐ എം എ മജീഷ്യൻ. എനിക്ക് മാജിക് കാണിക്കാൻ അറിയാം. നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ? മാജിക് ഇഷ്ടമാണോ? ഉറക്ക പറ. അങ്ങനെയാണെങ്കിൽ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും. പക്ഷെ എൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കണം. റെഡിയാണോ? ഇതിൻ്റെ ഇടയിൽ ഇനി 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എഴുന്നേൽക്കരുത്. ആർക്കെങ്കിലും ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോവാം. അതല്ലാതെ ഇടയിൽ എഴുന്നേൽക്കരുത്. സ്റ്റഡി ആയിരിക്കും. കസേരയിൽ സ്റ്റഡി ആയിരിക്കും. കുട്ടികളെ 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 നിങ്ങളൊരു കടലാസ് പെൻസിലാണ്. ആണ് എന്താ അല്ലാന്ന്. നിങ്ങളൊരു കടലാസ് പെൻസിലാണ്. കടലാസ് പെൻസിലിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഉള്ളിലായിരിക്കും കാർബൺ ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ ഒരു ആവരണം ഉണ്ടാവും, കൂട്, അതിൻ്റെ ഫ്രെയിം. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒന്നുണ്ടാവും. അതെന്തൊട്ടാണ്? കട്ടർ ഉണ്ടാവും. അല്ല സോറി, റബ്ബർ ഉണ്ടാവും. ശരിയാണോ? ശരിയാണോ? റബ്ബർ ഉണ്ടാവും. ഈ കടലാസ് പേന ഒരു വെളുത്ത പെൻസിൽ ഒരു വെളുത്ത പേപ്പറിൽ വെച്ചാൽ എഴുതി തുടങ്ങൂലേ? ആന്ന് പറ. ഞങ്ങളുടെ നാട്ടിൽ എഴുതില്ല. വെറുതെ ഒരു കടലാസ് പെൻസിൽ പേപ്പറിൽ വെച്ചാൽ എഴുതാറില്ല. എഴുതുവോ? പിന്നെ നിങ്ങൾ ആന്ന് പറഞ്ഞ എന്താണ്? അത് പിടിക്കാനൊരു കൈ വേണം. റൈറ്റ്? വേണോ വേണ്ടേ? ആ കൈ ഉണ്ടെങ്കിൽ എഴുതുവോ? ആന്ന് പറ, ഉറക്ക പറ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ എഴുതില്ല. കടലാസ് പെൻസിൽ ചെത്തിയാലാണ് എഴുതുള്ളൂ. ചെത്തിയിട്ട് അതിൻ്റെ കാർബൺ പുറത്തേക്ക് വരണം. ശരിയാണോ? നിങ്ങളെന്തൊട്ടും മലപ്പുറണിസ്റ്റ ഒക്കെ തെറ്റാണല്ലോ പറയണത്. അപ്പൊ അതിനെ ഒരു കട്ടറിലേക്ക് കയറ്റി അതിനെങ്ങനെ പിടിച്ച് തിരിച്ച് ആത്മനൊമ്പരങ്ങളുടെ ഒരു പിടച്ചിലിന് ശേഷം, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചെത്തി അതിൻ്റെ ശരീരത്തെ ചെത്തിയാലാണ് അതിൻ്റെ ഉള്ളിലെ കാർബൺ പുറത്തേക്ക് വരുള്ളൂ. ശരിയാണോ? ശരിയാണോ? അതെ. അപ്പോഴതുകൊണ്ട് എഴുതിയാൽ അഥവാ മുന തീർന്നു പോയാൽ വീണ്ടും വീണ്ടും ചെത്തി മിനിക്കാൻ കഴിയും. ശരിയാണോ? കഴിയും. അതിന് പിന്നിലൊരു റബ്ബർ പിടിപ്പിച്ചിട്ടുണ്ട്. അഥവാ എഴുത്ത് തെറ്റിയാൽ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റും. ശരിയാണോ? പക്ഷെ റബ്ബറിന് പെൻസിലിന്റെ അത്രയും വലിപ്പമില്ല. ശരിയാണോ? അതെന്താണ് കാരണം? എപ്പോഴും തെറ്റുപറ്റാൻ പാടില്ല. വല്ലപ്പോഴും തെറ്റുപറ്റിയാൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ് റബ്ബർ. 15 സെന്റിമീറ്റർ ഉള്ള ഒരു കടലാസ് പെൻസിലിന് 3 സെന്റിമീറ്റർ ഉള്ള ഒരു റബ്ബർ കഷ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എപ്പോഴും തെറ്റുപറ്റരുത്. കുട്ടികളെ, ഇങ്ങനെയാണ് എൻ്റെ ഒക്കെ വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത്. ഒരു കടലാസ് പെൻസിൽ പോലെയാണ്. കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആത്മനൊമ്പരങ്ങളുടെ ഒരു പീഡയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ പ്രതിഭ പുറത്തേക്ക് വരികയുള്ളൂ. നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഫ്രെയിമുണ്ട്. നിങ്ങളുടെ തെറ്റുകൾ മായ്ച്ചു കളയാൻ കഴിയുന്ന രക്ഷിതാക്കൾ എന്ന റബ്ബറുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ മൂവ്മെന്റായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും പഠിക്കാനും കഴിഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യേഷ്ഠന്മാരായ SKSSകാർ ഈ ക്യാമ്പിൽ നിങ്ങളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. അള്ളാഹു ഈ സംഗമം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരൊക്കെ ഒന്ന് കൈവന്തിച്ചാൽ കാണട്ടെ. നുണ പറയരുത് കേട്ടോ, നുണ പറയരുത്. അടുത്ത SSLC പരീക്ഷയ്ക്ക് നിങ്ങൾ തോൽക്കും. നുണ പറഞ്ഞാൽ അടുത്ത +1 തോൽക്കും. താഴ്ത്തിക്കോളൂ. ഭയങ്കര ഇഷ്ടമാണോ നബിയോട്? ഭയങ്കര ഇഷ്ടമാണോ? ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഭയങ്കര ഇഷ്ടമാണോ? മാതാപിതാക്കളോട് ഇഷ്ടമുള്ളവരത് കൈവന്തിക്കും. മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പില്ലാത്തവരൊന്ന് കൈവന്തിക്കും. ഉപ്പയുമ്മ മരിച്ചു പോയവരൊന്ന് കൈവന്തിക്കും. ഉപ്പയുമ്മ മരിച്ചു പോയവരൊന്ന് കൈവന്തിക്കും. എഴുന്നേറ്റ് നിൽക്ക്. വളരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഒരു ഉസ്താദ് മാത്രം എഴുന്നേറ്റുന്നുള്ളൂ. ബാക്കി ആരുടെയും ഉപ്പയമ്മ മരിച്ചിട്ടില്ല. താഴ്ത്തിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വാപ്പയമ്മയുണ്ട് അല്ലേ? ആന്ന് പറഞ്ഞ
നിങ്ങൾക്ക് ബാപ്പാടും ഉമ്മാടും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ഇല്ലാന്ന് ഇപ്പൊ തെളിയിച്ചു തരാം. നബിയോട് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാപിതാക്കളോട് ഇഷ്ടമാണ്, അല്ലേ? നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റേണം. മദ്രസയിലെ ചെറിയ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലേ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ആന്ന് പറ. നിങ്ങള് ഇതിന് ലാസ്റ്റ് ഒരു ദ്വാ നടക്കും. തങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഫക്രുദ്ദീൻ തങ്ങൾ പാപ്പൊക്കെ ഉണ്ട്, മറ്റു തങ്ങന്മാരുണ്ട്. നിങ്ങൾക്കൊരു ദ്വാ കിട്ടും. അപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് കരുതി മിണ്ടാണ്ടിരിക്കുന്ന ഒരു പരിപാടി പാടില്ല. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങളെ അങ്ങനെ പ്രചോദിപ്പിക്കണ്ടെന്ന് ഇവിടെ മുന്നറിയിപ്പ് ഉണ്ടായി. കാരണം അത് മലയിൽ നിന്ന് വിട്ടുകൊടുത്തോണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന നിങ്ങളെയാണ് ഞാൻ സമീപിക്കേണ്ടത് എന്ന ഒരു വിഷമം എനിക്കുണ്ട്. അനുഭവിച്ച സമയം വളരെ ചെറുതുമാണ്. കുട്ടികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാണാൻ ആഗ്രഹമുണ്ടോ? സത്യമായിട്ടും ഇതിൽ ആരെങ്കിലും നബിയെ കണ്ടവരുണ്ടോ? ഉണ്ടോ? ഇല്ല. മുത്ത് റസൂൽ വീട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിൽ പുണ്യനബിയുടെ വീടിന്റെ മുന്നില് പൂത്തു നിൽക്കുന്ന ഒരു മുന്തിരിവള്ളി ചെടിയായി നമ്മൾ ജനിച്ചിരുന്നുവെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തെന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. മദീനയിൽ മാത്രം വീശുന്നൊരു കാറ്റുണ്ട്, അങ്ങനെ ഒരു കാറ്റുണ്ട് മദീനയിൽ. ഉഹുദ് താണ്ടി കടന്നു വരുന്ന കാറ്റ് മുത്തുനബിയുടെ തിരുശരീരത്തെ തഴുകി. പിന്നെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ബഷീറാകുന്ന നിങ്ങളാകുന്ന മുന്തിരി ചെടിയിൽ തഴുകുമായിരുന്നല്ലോ. ഭാഗ്യം ഉണ്ടായില്ല. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായോ? നമുക്ക് റസൂലുള്ളാഹിന്റെ കാലത്തൊരു മുന്തിരിവള്ളിയാകാൻ ഭാഗ്യമുണ്ടായോ? ഇല്ല. കുട്ടികളെ, റസൂലുള്ളാഹിക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. പേരറിയോ? ഖസ്വാ എന്നാണ് ഒട്ടകത്തിന്റെ പേര്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ. പുണ്യനബിയുടെ ഒട്ടകമായ ഖസ്വ ഞാൻ ആയിരുന്നെങ്കിൽ അന്ന്. താമരത്തോൽക്കുന്ന ത്വാഹ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. ഭാരം ചുമന്ന് നടന്നേനെ ഞാൻ. കുട്ടികളെ, പുണ്യനബിയുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം ഞാനായിരുന്നെങ്കിൽ, നിങ്ങളായിരുന്നെങ്കിൽ റസൂലുള്ളാഹിനെ വഹിച്ച് നമുക്ക് ഷാമിലേക്ക്, ഡമസ്കസിലേക്കൊക്കെ യാത്ര പോകാമായിരുന്നു. ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാപി പാരിൽ പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. പുണ്യനബിയുടെ കാലത്ത് ജീവിക്കാൻ കഴിയാതെ പ്രവാചകരുടെ വിയോഗത്തിന് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം നിങ്ങൾ മലപ്പുറം ജില്ലയിൽ ജനിച്ചു വീണു. നമുക്ക് കാണാൻ ആഗ്രഹമില്ലേ? കാണാൻ ആഗ്രഹമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കണില്ലേ? ആന്ന് പറയാം, അടിച്ചു പൊളിക്കണില്ലേ? ഫുട്ബോൾ കളിക്കണില്ലേ? ക്രിക്കറ്റ് കളിക്കണില്ലേ? ഉറക്കാന്ന് പറ.
MDMA ഉപയോഗിക്കണില്ലേ? ഞാൻ നിങ്ങളോടത് ഉപയോഗിക്കണ്ടെന്നൊന്നും പറയണില്ല. പക്ഷേ എന്റെ സംസാരം കഴിയത്തിനും ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ വലിച്ചെറിയപ്പെടും. ഞാൻ നിങ്ങളോട് ഉപയോഗിക്കണ്ട പറഞ്ഞില്ല, അടിച്ച് പൊളിക്കട. MDMA ഒക്കെ ഉപയോഗിച്ചിട്ട് തല കുത്തി കോട്ടക്കൽ അങ്ങാടിയിലൂടെ വളാഞ്ചേരി അങ്ങനെ അടിച്ച് പൊളിക്കട. ഞാൻ അത് ലൈവ് പോകണ്ടെന്ന് പറഞ്ഞത് ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് നാളെ വാട്സപ്പിലിടും. അപ്പോൾ SKSUവിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിൽ ബഷീർ ഫൈസി MDMA അടിച്ചോളൂ അങ്ങനെയും പറയാം. പക്ഷെ ഒന്നുണ്ട് കേട്ടാ, നിങ്ങൾക്ക് ബാപ്പാനി മാനി ഭയങ്കര ഇഷ്ടമാണോ, നബിയെ ഇഷ്ടമാണോ, ഉറപ്പാണോ പറഞ്ഞത്? ആന്ന് പറ. MDMA അടിച്ചോളാം ഞാൻ പറഞ്ഞില്ലേ? ആന്ന് പറയടാ. വേണ്ടാന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും? എന്നാ കൈ ഇങ്ങനെ പിടിക്കും, ഞാൻ ശരിയാക്കി തരാം. കൈ ഇങ്ങനെ പിടിക്കും, ഉറക്കൊരാമയും പറ. അങ്ങനെയൊന്നും പോരാ, ഇവിടെ 10,000 ആൾക്കാരുണ്ട്. ഉറക്ക പറ. ആ ബാക്കിന്ന് വരെ ആമയും പറയണം, ഉറക്ക പറ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ദീർഘായുസ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ രോഗശമനം നൽകണമേ. അപ്പൊ നിങ്ങൾ MDMA അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. ഇതോ മരിച്ചുപോയവർക്ക് എന്തൊട്ട് ദീർഘായുസാണ്, മരിച്ചുപോയവർക്ക് എന്തൊട്ട് രോഗശമനാണ്. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ മുഹമ്മദീയ സ്നേഹത്തിലേക്ക് അല്പസമയം കൊണ്ട് കൺവെർട്ട് ചെയ്യാൻ പോവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇവിടെ റൗലൊക്കെ ഉണ്ടാവും. കുട്ടിക്കാലം ബാപ്പല്ലാതെ വളർന്നൊരു കുട്ടിക്കാലായിരുന്നു. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ ബാപ്പല്ലേ? ചിലവരുടെ ബാപ്പ ഗൾഫിലല്ലേ? ബാപ്പ ഗൾഫിലുള്ളവരൊന്ന് കൈവന്തിക്ക്. ഒരു 70% ആൾക്കാരെ ബാപ്പ ഗൾഫിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാപ്പ ഇല്ലാതെയാണ് ജനിച്ചത്. ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചുപോയി. 6-ാമത്തെ വയസ്സിൽ യസ്രിബിലേക്ക് ഉമ്മ ആമിന ബിവിയുടെ കൂടെ പോയി. 1.5 മാസം അല്ലെങ്കിൽ 2 മാസം യസ്രിബിൽ നിന്നു. ആ കാലത്തെ കുറിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ കഴിഞ്ഞു വന്നിട്ട് പറയുന്ന ഒരു സംസാരമുണ്ട്. ഞാൻ ഇവിടെയാണ് നീന്തല് പഠിച്ചത്, ഈ ജലാശയത്തിലാണ്, ഞാൻ ഈ കുന്നിൻ ചെരുവിലാണ് പക്ഷികളെ പറത്തിക്കളിച്ചത്, ഞാൻ ഈ മദീനയുടെ യസ്രിബിന്റെ ഈ അങ്ങാടിയിലാണ് ഓട്ട മത്സരം നടത്തിയത്. ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് ആമിന ബീവി മകനെ കൊണ്ടുപോയി നിർത്തി. ഇങ്ങോട്ടൊക്കെ ആമിന ബീവി പെരുമഴക്കാലം പോലെ നിന്ന് കരയുമ്പോ 6 വയസ്സായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കയ്യിൽ തൂങ്ങിയ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. ആമിന ബീവിയുടെ മുഖകമലങ്ങളിലൂടെ ഉരുണ്ടുവരുന്ന കണ്ണീർത്തുണ്ണികളെ ആശങ്കയോടെ നോക്കിയിട്ടുണ്ടാവും. ആമിന ബീവി പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ ഉപ്പയുടെ ഖബറാണ്. വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു യുഗപുരുഷൻ, അദ്വിതീയമായ മഹാവ്യക്തിത്വ ശോഭ കൊണ്ട് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു മഹാനായകന്റെ ബാല്യം വേദനയുടേതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വാപ്പയമ്മയുണ്ട്, എൻ്റെ നബിക്ക് വാപ്പയില്ല. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞ് മടങ്ങുമ്പോ അബവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി. എന്താണ് പേര്? ഉറക്കപറ. അബവായി. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തങ്ങിയതാണ്. പക്ഷെ ആമിന ബീവിക്ക് അസുഖബാധിതയായി. 2 ദിവസം കടുത്ത പനി കൊണ്ട് വിറച്ചു. അവിടുത്തെ വൈദ്യന്മാരൊക്കെ വന്ന് പരിശോധിച്ചു. അബവ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ് കുട്ടികളെ, ഒരു ചെറിയ ഗ്രാമമാണ്. ഒരു 50-ഓ 100-ഓ ആളുകൾ കുടുംബം മാത്രം താമസിക്കുന്ന മരുഭൂമിയിലെ ഒരു ഒറ്റപ്പെട്ട ഗ്രാമമാണ് അബവ. നിങ്ങൾക്ക് അവിടെ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലുതായാൽ നിങ്ങൾ മദീനത്ത് പോകുമ്പോൾ അബവായിൽ പോകും. ആമിന ബീവി തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഉമ്മു ഐമനോട് നെഞ്ചത്തേക്ക് കിടത്തിത്തരാൻ പറഞ്ഞു. തന്റെ മകനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ആമിന ബീവി ഒരു പാട്ട് പാടുന്നുണ്ട്. മരുഭൂമിയിൽ ആ പാട്ട് ഒരു ശോകഗാനമായി മുഴങ്ങി. കുട്ടികളെ, ആമിന ബീവി എന്ന നമ്മുടെ മുത്തുനബിയുടെ ഉമ്മ മരിച്ചു. ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഒരാളാണ് കൂടെയുള്ളത്. ഒരടിമ സ്ത്രീയാണ്, പരിചാരികയാണ്.
മുസ്തഫായ നബിയെ വാരിയെടുത്ത് മാറ്റിയിരുത്തി നാട്ടുകാരുടെ സഹായത്താൽ ആമിന ബീവിയെ മറവു ചെയ്തു. ഒട്ടകപ്പുറത്ത് കയറി ഉമ്മു ഐമന്റെ മുന്നിൽ 6 വയസ്സായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മക്കയിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു രംഗമുണ്ട്. ഓൾ ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചു പിടിക്കും എല്ലാവരും കണ്ണടച്ചു പിടിക്കും. ഇന്ന് രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം കണ്ണടച്ചാൽ മതി, അല്ലാത്തവരൊക്കെ കണ്ണു തുറന്നോളൂ. ഇന്ന് രാത്രി വാപ്പിയമ്മ മരിക്കണ്ടെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കണ്ണടച്ചാൽ മതി, അല്ലാത്തവർ കണ്ണു തുറന്നു പിടിച്ചോളൂ. വാപ്പിയമ്മ മരിക്കട്ടെ. കുട്ടികളെ, മരുഭൂമിയിലൂടെ ഒരു ഒട്ടകം ഇങ്ങനെ സഞ്ചരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ആ ഒട്ടകം മക്കയിൽ എത്തിച്ചേരുന്നത് വരെ 6 വയസ്സായ മുസ്തഫായ നബി ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവോ ഇല്ലേ? അല്ലാഹു അലം. മുത്തുനബിയുടെ ചുണ്ടുകൾ വിതുമ്പിയോ ഇല്ലയോ? അല്ലാഹു അലം. ആ ചൂട്ടിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് ഉമ്മു ഐമൻ എന്ന ഒരടിമ സ്ത്രീയുടെ കൂടെ മക്കയിലേക്ക് മടങ്ങുന്ന 6 വയസ്സുകാരനെ ഓർത്തു നോക്കൂ. നിങ്ങളൊക്കെ എന്തൊരു ഭാഗ്യമുള്ളവരാ. നിങ്ങൾക്ക് വാപ്പുണ്ട്, നിങ്ങൾക്ക് ഉമ്മുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നിങ്ങൾ മലപ്പുറം ജില്ലക്കാരാണ്, അടിച്ചു പൊളിക്കുന്നുണ്ട്. മക്കയിൽ എത്തിച്ചേർന്നു. വാപ്പയും ഇല്ല, ഉമ്മയും ഇല്ല. കഅബയുടെ ഒരു മൂലക്ക് എന്റെ നബി പോയിരിക്കും. ഒരു 10-12 വയസ്സാകുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു ടീനേജ് കാലത്തൊക്കെ അവിടെ ഇരിക്കും. ഉക്കാല ചന്തയിലേക്ക് ഉപ്പമാരുടെ കയ്യിൽ തൂങ്ങി ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്ന മക്കളെ ഇങ്ങനെ എന്റെ നബി നോക്കിയിരിക്കും. അപ്പൊ അടുത്ത് ചെന്നിരുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയേക്കാൾ 2 വയസ്സിന് കുറവാ. റസൂലുള്ളാഹിക്ക് 10 വയസ്സ് 12 വയസ്സുള്ളപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു 10 വയസ്സാണ്. അവരിങ്ങനെ അടുത്തിരിക്കും. ഇടക്ക് മക്കയുടെ മലഞ്ചെരുവിലൂടെ നടക്കും. ബാപ്പയും ഉമ്മയും ഇല്ലാത്ത സകല വേദനയുടെ കണ്ണീരും കുടിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യതീമിയത്തിൽ നിന്നാണ് മഹാനായകനായി വളരുന്നത്. ഒരു സംഭവം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ കരച്ചിൽ വരികയാണെങ്കിൽ കരഞ്ഞോളിട്ടു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഇതുപോലെ ഒരു മദ്രസയുടെ പ്രോഗ്രാം ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര ക്രൗഡാണ്, അതിൻ്റെ ഒരു പരിധിയുണ്ട്. കുട്ടികൾ മുഴുവൻ കരഞ്ഞു പൊളിച്ചു. എൻ്റെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. കുട്ടികളെ, ഞങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തോ മാതാപിതാക്കളെ ഓർത്തോ കരഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് ഈ ക്യാമ്പിൽ ഒരു കണ്ണീര് വീഴണം. എന്നോട് ഫഖറുദ്ദീൻ തങ്ങൾ ഇപ്പൊ പറഞ്ഞത് കരയിപ്പിക്കണ്ട എന്നാണ്. കരയിപ്പിക്കലല്ല, കരയിൽ സ്വാഭാവികമായി സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. നോക്കൂ, റസൂലുള്ള വലുതായി മദീനയിലെത്തി മഹാനായകനായി നിൽക്കുന്ന വേളയിൽ ഒരു പെരുന്നാളിന്റെ പുലരി. പെരുന്നാൾ നമ്മൾ അടിച്ചു പൊളിക്കാറില്ലേ? ആന്ന് പറയും. പുതിയ ഷർട്ട് മുണ്ടൊക്കെ എടുക്കാറില്ലേ? പാപ്പാരെടുത്തു തരും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി ആയിഷ ബിയുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഒരു ചുമരിന്റെ അപ്പുറവും ഇപ്പുറവുമാണ് അവരുടെ വീട്. സ്വഹാബത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന അങ്ങാടിയിലേക്ക് ജനവാതിലൊന്ന് തുറന്നു നോക്കി. നോക്കൂ, ചിത്രശലഭങ്ങളെ പോലെ കുട്ടികൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ, നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ. റസൂലുള്ളാഹി നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി മാത്രം ഒറ്റക്കിരുന്ന് കരയാണ്. അവന്റെ വസ്ത്രം വളരെ മോശമാണ്, അവൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പുണ്യനബി വാതിൽ തുറന്ന് മദീന ബസാറിലേക്ക് ഇറങ്ങി, അങ്ങാടിയിലേക്ക് ഇറങ്ങി. സ്വഹാബത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷെ പുണ്യനബി മദീനയിലെ അങ്ങാടിയിൽ കളിക്കുന്ന കുഞ്ഞുങ്ങളോട് കുശലം പറഞ്ഞു. ആ കരയുന്ന കുട്ടിയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് മുത്തുനബി ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? എന്തേ പെരുന്നാളായി പുതിയ വസ്ത്രം ധരിക്കാത്തത്? മലയാളത്തിന്റെ ഒരു കവി പത്മന രാമചന്ദ്രൻ നായർ അത് മലയാളത്തിലേക്ക് ഒരു കവിതയാക്കിയിട്ടുണ്ട്. കനിവിന്റെ ഉറവ എന്നാണ് ആ കവിതയുടെ പേര്. നിങ്ങൾ വലുതായാൽ ആ കവിത വായിക്കണം. റസൂലുള്ളാഹി ചോദിക്കുകയാണ്,
എന്തിനായേവം മാഴ്വി നിൽപ്പൂ നീ ഒരു കോണിൽ. എന്തിനാണ് ഇങ്ങനെ കരയണത്? ഏവം മാഴ്വി നിൽപ്പൂ, എന്തിനാണ് ഇങ്ങനെ കരയണത്? തൊഴരുത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു. കാകവൃത്തത്തിൽ മനോഹരമായ പ്രാസവൃത്ത നിബദ്ധമായ ഒരു കവിതയാണ് കനിവിന്റെ ഉറവ. എന്തിനായേവം മഴവി നിൽപ്പൂ നീ ഒരു കോണിൽ. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത്? എന്താ? തൊഴരുത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു. എന്താ കളിക്കാതെ നിൽക്കുന്നത്? കൂട്ടുകാരോടൊപ്പം എന്താണ് സെലിബ്രേറ്റ് ചെയ്യാത്തത്? അപ്പൊ കുട്ടി മറുപടി പറയുകയാണ്, പ്രവാചകരെ എതിർത്തൊരപ്പോരിലൻ പിതാവയ്യോ മരിച്ചു ഞാനിന്നനാഥനായി. ഒരു യുദ്ധത്തിൽ എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഞാൻ യതീമാണ്, ഞാൻ അനാഥനാണ്. ആരാണ് എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ? നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ഉപ്പുണ്ട്. 70% ആളുകളുടെ ഉപ്പ ഗൾഫിലാണ്. ഇവിടെ റിക്ഷ വണ്ടി ഓടിക്കുന്നവരുണ്ട്, പലചരക്ക് കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, അധ്യാപകരായവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കളാ. നിങ്ങൾ ഒരു പെരുന്നാളിനും കോട്ടക്കലോ വളാഞ്ചേരിയിലോ നിങ്ങളുടെ ഒരു അങ്ങാടിയിലും പോയിരുന്നിട്ട് ഇങ്ങനെ കരയേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് നല്ല വസ്ത്രം കിട്ടിയിട്ടുണ്ട്. പുണ്യനബിക്ക് വലിയ വിഷമായി, വാപ്പയില്ലാത്ത കുട്ടി, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആളില്ലാത്ത കുട്ടി, പെരുന്നാളിനും മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ കുട്ടി. എന്റെ നബിക്ക് വേദനയായി. എന്റെ നബി എങ്ങനെ വേദനിക്കാതിരിക്കും? 6-ാം വയസ്സിൽ അബവായിന്റെ വിജനതയിൽ ഉമ്മ നഷ്ടപ്പെട്ട അനാഥത്വം കൈപ്പേറിയ അനുഭവത്തിലൂടെ ജീവിച്ചു തീർത്ത ഒരാൾ, ഉപ്പ എന്നൊന്ന് വിളിച്ചാൽ മോനെ എന്ന് വിളി കേൾക്കാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കാത്ത എന്റെ നബി, ഉപ്പാന്റെ മുഖം കാണാത്ത എന്റെ നബി, ആ കുട്ടിയുടെ വേദന കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. ഹലോ, വീട്ടിലേക്ക് കൊണ്ടുവരിക. അവിടെ സഹാബത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളെ. അന്നും ഇന്നും മുത്തുനബിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചൊരു സ്നേഹം അങ്ങനെ തോന്നിയോ? റസൂലുള്ളാഹ് കുട്ടിയെ കൊണ്ടുവന്നു വീട്ടിൽ നിർത്തി. എന്റെ ഹബീബ് മുട്ടുകുത്തിയിരുന്നു ആ കുഞ്ഞിന്റെ മുന്നിൽ. കുട്ടികളെ കുട്ടികളെ ഒന്ന് വിളിയേക്കടോ, കരയാണെങ്കിൽ ഒന്ന് വിളിയേക്കടോ. കുട്ടികളെ കുട്ടികളെ ആരാണ് ആ മുട്ടുകുത്തിയിരിക്കുന്നത്? ഞാനാണെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ലീഡേഴ്സ് ആണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളാണെങ്കിലും പ്രശ്നമില്ല. ഇരിക്കുന്ന ആള് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപദങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, അർശിനെ, കുർശിനെ, ലൗഹിനെ, കലമിനെ, ബൈത്തുൽ ഉസ്സയെ, ബൈത്തുൽ മഅ്മൂറിനെ, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കും. സിദ്റത്തുൽ മുന്തഹയെ പടയ്ക്കാൻ കാരണഭൂതരായ സുൽസൂക കാഫൂറുൻ റുബൂക അംബറൂ ഖുംസൂക യാഖൂത്തുൽ ബാഖീക ജൗഹറൂ. മുഹമ്മദ് മുസ്തഫ. ഇനി എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നോളൂട്ടോ. കുട്ടികൾ മാത്രം എഴുന്നേറ്റുന്നായി. ഒന്ന് എഴുന്നേറ്റുന്നോളൂട്ടോ. ഇനി കണ്ണു തുറന്നോളൂട്ടോ. എൻ്റെ മുഖത്തേക്ക് നോക്കിക്കോളൂ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ നബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺട്രോൾ പോകുന്നൊരവസ്ഥ വന്നാൽ ഇരിക്കാൻ ഞാൻ അനുവാദം തരാം. 2 കൈയും താഴേക്ക് താഴ്ത്തിയിട്ട് എന്നെ തന്നെ നോക്കിട്ടോ മോമിനികൾ. നിങ്ങൾ പരീക്ഷയിൽ അള്ളാഹു വിജയിപ്പിക്കട്ടെ. എല്ലാ പരീക്ഷയിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒന്നും അള്ളാഹു അപകടമൊന്നും വരുത്താതിരിക്കട്ടെ. അങ്ങനെ ആഗ്രഹമുള്ളവരങ്ങനെ നിന്നാൽ മതി. അല്ല, പരീക്ഷയിലൊക്കെ തോൽക്കണം എന്നുള്ളവരവിടെ ഇരുന്നോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇടക്ക് പോയിക്കോളൂ. ബാപ്പൊരു ആക്സിഡന്റ് മരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ പോയിക്കോളൂ. ഞാൻ അത് ലൈവ് കൊടുക്കാത്തത് ഇങ്ങനെയൊക്കെയുള്ള വാക്ക് ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് മാറിയിട്ട് ചില ആൾക്കാർ ഉദ്ധരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വിടാൻ പറ്റും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ ചുണ്ടിൽ ഇങ്ങനെ പിടിച്ചു. വാവ്. എന്നിട്ട് കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കരയല്ല മുത്തേ, കരയല്ലടാ മുത്തേ.
നിനക്ക് വാപ്പല്ല എന്നല്ലേ പറഞ്ഞ് എന്നെ വാപ്പാന്ന് വിളി. അത് ഞാനോ നിങ്ങളായിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യാണ്. ആരാണ് മുന്നിലിരിക്കുന്നത്? ആരാണ് മുന്നിലിരിക്കുന്നത്? എന്നെ വാപ്പാന്ന് വിളി. ആ കുട്ടി ആ ചന്ദ്രന്റെ ശോഭയുള്ള മുഖത്തേക്ക് നോക്കി വിളിച്ചു, അബീ അബീ അബീ, ബാപ്പാ എന്ന് വിളിച്ചപ്പോൾ എന്റെ ഹബീബിന് കരച്ചിൽ പൊട്ടി. നമ്മുടെ മുസ്തായ നബി കരയാൻ തുടങ്ങി. അത് പറഞ്ഞു, മോനെ വാപ്പയില്ലെന്ന് പറയല്ലടാ, ഞാൻ നിന്റെ വാപ്പയാണ്. നമ്മുടെ വാപ്പ മരിച്ചു പോയാലും നമ്മൾ ഇതേപോലെ അനുഭവിക്കും. നിങ്ങൾ കരുതുന്നുണ്ടാവും വാപ്പിമ്മയൊക്കെ കുറെ കാലം ജീവിക്കുന്നു. ഞാൻ എവിടെ പ്രസംഗിച്ചാലും അന്നൊരു ഉമ്മയെ വാപ്പയെ മരിക്കാറുണ്ട്. എൻ്റെ നാവിനൊരു കുഴപ്പമുണ്ട്. ഇതിലേതോ ഒരാളുടെ ഉപ്പ ഉമ്മ ഇന്ന് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ടാവും. ഞാൻ കാക്കണേന്നൊന്നും തോരക്കണില്ല, അത് ഉണ്ടാവും. നിങ്ങൾ കരുതുണ്ടാവും അതൊന്നും എന്താ മൂപ്പര് വെറുതെ തള്ളുക തോന്നുന്നില്ലേ? ആ, എല്ലാവരുടെ അല്ലേ, ഏതോ ഒരാളുടെ ഉമ്മയൊപ്പയൊന്നും വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മാനോട് ഫോൺ ചെയ്തിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ ഞാനും ഷഹീർ, നമ്മുടെ നേതാവാണ്, മൂപ്പരൊക്കെ ഉണ്ടായിരുന്നു യാത്രയിൽ. രാവിലെ സുബി കഴിഞ്ഞൊരു യാത്രയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു എൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് ഉമ്മാനും വാപ്പാനും ഭയങ്കര ഇഷ്ടല്ലേ? ആന്ന് പതുക്കെ പറഞ്ഞ പോരോ, ഭയങ്കര ഇഷ്ടല്ലേ? ഉമ്മന്ന് മരിച്ച വല്ല കുഴപ്പമുണ്ടോ? മരിക്കട്ടെ? വേണ്ട, നിങ്ങൾ ഉറക്ക പറഞ്ഞാൽ നമുക്ക് പിൻവലിക്കാം. മരിക്കണം, ഇന്ന് മരിക്കണം, ഇന്ന് മരിക്കണം. ഇങ്ങക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലടോ ഉമ്മാട്. ഉമ്മാട് നിങ്ങൾ മൊബൈൽ ചോദിച്ചപ്പോ തരാത്തതിന് നാള് ചീത്ത പറഞ്ഞില്ലേ? ആന്ന് പറയും, ചീത്ത പറഞ്ഞില്ലേ? ഈ ഭാഗത്തുള്ള ആരും ഉണ്ടല്ലോ. സിനിമക്ക് പോകാൻ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞേക്കാത്തതിന് ദേഷ്യപ്പെട്ടില്ലേ? എന്തിനാണ് നുണ പറയണത്? ഉണ്ട്, ഇന്ന് മരിക്കും, ഇന്ന് മരിക്കണം, എന്ന് മരിക്കണം. ഇന്ന് നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോ കാണാ വീടിന്റെ മുന്നിൽ ഒരു പന്തലുണ്ടാകും. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. മിണ്ടാതെന്നവർക്ക് മരിക്കണ കാണാം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ അന്നൊരു പന്തലുണ്ടാകും, മുമ്പിൽ കസേരകൾ ഉണ്ടാകും. നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാപ്പ കാണാൻ ഒരു കസേരയിൽ ഇങ്ങനെ തളർന്നിരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ താത്ത വന്നിട്ടുണ്ടാകും, താത്താരുടെ കുട്ടികൾ കരയുന്നുണ്ടാവും. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ കയറിയപ്പോ ഒരു തുണി ഇങ്ങനെ പൊതച്ച് കിടക്കണ് കാണുന്നുണ്ട്. എന്ന് മരിക്കും, ഉറപ്പായി മരിക്കും. മരിക്കണടാ, നിങ്ങൾക്ക് ഉമ്മാട് വലിയ സ്നേഹമൊന്നുമില്ല. ഞാൻ എവിടെ പറഞ്ഞാലും ഉറപ്പായിട്ടും ഒരാൾ മരിക്കും. ഇതിൽ ഇത് ആരുടെ എന്നൊക്കെ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോളി, പഠിച്ചോനെ എൻ്റെ ഉമ്മാനെ കാക്കണേ എന്ന് പറഞ്ഞോളി. പറ, മനസ്സിൽ, ഉള്ളിൽ പുറത്ത് പറയണ്ട, ഉള്ളിൽ പറഞ്ഞാൽ മതി. പറ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, എന്നെ വാപ്പാന്ന് വിളിക്കടാ. അവിടെ ആയിഷ ബീവി അത് കണ്ടു നിൽക്കുന്നുണ്ട്. ഉമ്മാന്ന് വിളി. ആ മോൻ പോയി വിളിച്ചു, ആയിഷ ബീവിയെ ഉമ്മാന്ന് വിളിച്ചു. മദീന അങ്ങാടിയിലേക്ക് അവൻ ഇറങ്ങി ഓടി. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഇറങ്ങി ഓടണമൊക്കെ. നമ്മൾ പലതും സങ്കല്പിക്കുന്നതല്ലേ, AI കാലത്തല്ലേ, അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കാലത്താണ്. മദീന അങ്ങാടിയിൽ പോയി കുട്ടികളോട് അവൻ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ എനിക്ക് ബാപ്പയുണ്ട്, എന്റെ ബാപ്പ മുഹമ്മദ്, എന്റെ ബാപ്പ മുഹമ്മദ്. അടഞ്ഞു കിടക്കുന്ന മദീനയുടെ വാതിലുകളിൽ മുട്ടി അവൻ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ എനിക്ക് ബാപ്പയുണ്ട്, എന്റെ ബാപ്പ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. കുട്ടികളെ കണ്ണടച്ചു പിടിച്ചോളൂ എല്ലാവരും.
നമുക്ക് ആരോടാ സ്നേഹം നീ എപ്പ കാണിച്ചു തരാം, 2 മിനിറ്റിനുള്ളിൽ കാണിച്ചു തരാം. കണ്ണടച്ച് പിടിച്ചോളൂ. കണ്ണടച്ച് പിടിക്കാനാണ് പറഞ്ഞു. അടച്ചോ അടച്ചോ. ഈ വലതുവശത്ത് ആരും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. കണ്ണടച്ച് പിടിച്ചില്ലേ? നിങ്ങൾ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവോ അതോ ഇവിടെ സ്റ്റേ ചെയ്യോ? എങ്ങനെ? ഇവിടെ സ്റ്റേ ചെയ്യണോ? ഇവരിവിടെ നിൽക്കുകയാണോ? പോവൂലേ? ആ, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ, നിങ്ങൾ ഉമ്മാനോട് യാത്ര ചോദിച്ചിട്ടാണോ വന്നത്? ആ സമയം ഒന്ന് ഓർത്തു നോക്കിയേ. ഉമ്മ യാത്ര ചോദിച്ചോ, ഉമ്മ പ്രതികരിച്ചൊന്ന് ഓർത്തു നോക്കിയേ. പറയൊന്നും വേണ്ട, ചുമ്മാ വീട്ടിലേക്ക് പോയിട്ട് ഉമ്മ നിന്ന സ്ഥലം നിങ്ങൾ യാത്ര ചോദിച്ചൊന്ന് ഓർത്തു നോക്കിയേ. പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഉമ്മ പറയുന്നത് കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ഇപ്പൊ ഉമ്മ എവിടെ? അടുക്കളയിലാണെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്ക്, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാവും. റൈറ്റ്? സങ്കല്പിച്ചു നോക്ക്. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആന്ന് പറഞ്ഞാൽ, നുണ പറഞ്ഞാൽ തോൽക്കൂട്ടോ. നുണ പറഞ്ഞാൽ ഞങ്ങൾ പരീക്ഷയെ തോൽക്കും. ഉമ്മ എന്തായാലും ചെയ്യുന്നത് സങ്കല്പിച്ചു നോക്ക്. ശരിയാണോ? ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും, ഇതുവരെയുള്ള കാലത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾ ഉമ്മാനോട് ദേഷ്യപ്പെട്ട ഒരു മൊമെന്റ് ഉണ്ടാവും. അതൊന്ന് ഓർത്ത് നോക്കിയേ. പല പ്രായക്കാരായെന്നുള്ളൊരു കുഴപ്പമുണ്ട്, ചെറിയ കുട്ടികൾക്ക് അത് മനസ്സിൽ കയറില്ല. എപ്പോഴെങ്കിലും ഉമ്മാനോട് ദേഷ്യപ്പെട്ടൊന്ന് ഓർത്ത് നോക്കിയേ. ഉമ്മ നിങ്ങളോട് ദേഷ്യപ്പെട്ടതോ നിങ്ങൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടതോ? ബാപ്പ ഗൾഫിലായിരിക്കും കേട്ടോ. നിങ്ങൾ ഗൾഫിലൊന്നും പോയി ഉണ്ടാവില്ല. ഗൾഫിൽ ഭയങ്കര ചൂടാണ്. ഇവിടുത്തെ ചൂടനെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ ഉപ്പ ഏതോ തിരക്കിൽ ജോലി ചെയ്യാവും. നിങ്ങളോട് അടുത്ത ദിവസം ഏതോ ദിവസം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവും വാപ്പ. അല്ലേ? പക്ഷേ കുട്ടികളെ, നിങ്ങളുടെ ഉമ്മ ഇന്ന് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോ മരിച്ചിട്ടുണ്ടാകും. ഇനി ഇല്ലാതൊന്നും പറയണ്ട. മരിച്ചിട്ടുണ്ട്, ഉറപ്പായും മരിച്ചിട്ടുണ്ടാവും. ഒരു ഫോണ് നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിയുന്നതിന്റെ ഉള്ളിലൂടെ വരും. വേഗം വീട്ടിലേക്ക് വരണം. സംഘാടകർക്ക് ഫോണ്. എന്താണ്? ബാബാക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ബാപ്പ മരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി മയ്യത്ത് കരിപ്പൂർ എയർപോർട്ടിലെത്തും. അങ്ങനെ ആഗ്രഹിക്കട. നിങ്ങൾ അടിച്ചു പൊളിക്കണതിന് വാപ്പ ഉമ്മയും തടസ്സല്ലേ? നിങ്ങൾക്ക് സിനിമക്ക് പോവാൻ വാപ്പ തടസ്സല്ലേ? ആരെങ്കിലൊക്കെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ വാപ്പയും തടസ്സല്ലേ? ആരോ നിങ്ങൾ കടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു കവർ തരുന്നുണ്ട്, ഒരു വെളുത്ത പൊടി, അതിന് വാപ്പിയും തടസ്സല്ലേ? മരിച്ചു പോട്ടെ. ഉമ്മാനെ ഓർത്തൊക്കെ എല്ലാരും. നിങ്ങൾക്ക് ഉമ്മ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സ് പൊട്ടിയിട്ടൊന്ന് കരഞ്ഞ് അള്ളാനോട് പറയും, പടച്ചോനെ എന്റെ ഉമ്മാക്കൊന്നും പറ്റരുതേ എന്ന് പറയും. കുറെ കാലങ്ങളോട് കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ട്. ആ മുഖം ശരിക്കും ഓർത്തൊക്കെ. ചന്ദനത്തിരി ഇങ്ങനെ പുകയുന്നുണ്ട്. നിങ്ങൾ ചെന്നപ്പോ ഒരു വെളുത്ത ശീല കൊണ്ട് പുതച്ച് കിടക്കുന്നുണ്ട് ഉമ്മ. വേണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലൊന്ന് കരഞ്ഞ് അള്ളാനോട് പറയും. ഇവിടെ തങ്ങന്മാരുള്ള സദസ്സാണ്. ഞാൻ ഇന്നാൾ ഒരു സദസ്സിൽ ഇത് പറഞ്ഞപ്പോണ്ടല്ലോ, കുട്ടികളങ്ങോട്ട് കരഞ്ഞ് കസേരേന്ന് അങ്ങോട്ട് വീണു. നിങ്ങൾക്ക് അത്ര സ്നേഹമുണ്ടോ ഞാൻ നോക്കട്ടെ. ഒന്ന് പറ. ഈ വീഡിയോ ഒന്ന് അങ്ങോട്ട് തിരിച്ചു പിടിക്കും. കണ്ണമ്പി പിടിച്ചിട്ടോ. നിങ്ങളുടെ ഉമ്മാനെ ഓർത്തട്ടോ. നിങ്ങളുടെ ഉമ്മാനോ മനസ്സിൽ കാണും. പ്രായമുള്ളവർക്ക് ഉമ്മാനെ ഓർക്കാം. ഞാൻ എൻ്റെ ഉമ്മാനെ ഓർക്കാം. പാവം. പാവട്ടോ, ചെറുപ്പത്തിൽ നമ്മളെ താരാട്ട് പാടും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉമ്മാനെ ഓർത്തിട്ടൊന്ന് കരയും. നമ്മൾ പല കാര്യത്തിലും കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്ക് ദീർഘായുസ് കിട്ടണേന്ന് ആലോചിച്ചൊന്ന് കരയും. ഈ സദസ്സ് മറന്നേക്കൂ, ക്യാമ്പ് മറന്നേക്കൂ. നിങ്ങൾ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിലാണ്. ഒന്ന് പൊരുത്തപ്പെടിക്കാൻ പറ്റണില്ല. നിങ്ങൾ ഉമ്മ എന്ന് വിളിച്ചപ്പോ ഉമ്മ മിണ്ടണില്ല. ഉമ്മാനെ വേണം ഉടനെ തഴു
ഉലകിൽ ചിറകുയർത്തി പാറും. ഇന്ന് മരിക്കണം മങ്കടമാകാതിരിക്കാൻ വേണ്ടി ഒന്ന് ദ്വയരക്ക് പള്ളിക്കാട് നിങ്ങൾ പടച്ചവനോടൊന്ന് പറയ് പൊരുത്തപ്പെടാൻ. ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി വെറുതെ സങ്കല്പിക്കാനുണ്ട് നമ്മൾ കുറെ കൊല്ലം ജീവിക്കുന്നൊക്കെ. തിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്. ഞാൻ മരിക്കുന്നതാണെന്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം. തിരകൾ പോലെ വന്ന് മറിയും തീരാ സ്നേഹമെഴുതി തളരും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാഫ് ചെയ്യും. ഇരുന്നോളൂ ഇരുന്നോളൂ, എന്റെ ഉമ്മ തൻ വിസർജ്യവും കണ്ണ് തുറക്കണ്ട, തല താഴ്ത്തിരുന്നിട്ടൊന്ന് ഓർക്ക്, ഉമ്മാന്റെ മുഖം ഓർക്ക്. എന്നിട്ട് അള്ളാനോടൊന്ന് മനസ്സിൽ നന്നായി പറ. എന്റെ ഉമ്മ തൻ കൊറേ ദേഷ്യപ്പെട്ടതല്ലേ, കൊറേ ചീത്ത പറഞ്ഞതല്ലേ. ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത്. ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത്. ഏത് രാത്രിയും മടയാത്ത മിഴിയുത്ത്. കുഞ്ഞിനു വേണ്ടി തരുന്നു മുഹബത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ. ഇതുപോലുറക്കുന്നൊരുമ്മ. കുട്ടികളെ കണ്ണു തുറന്നോളൂ. കുട്ടികളെ, നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടോ? കുട്ടികളെ കണ്ണു തുറന്നിരിക്കും, സ്റ്റഡി ആയിരിക്കും. നമ്മളുണ്ടല്ലോ ചുമ്മാ പറയാണ് ഉപ്പാനോടാണ് ഉമ്മാനോടാണ് സ്നേഹം എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയും. നമുക്ക് സ്നേഹം നമ്മുടെ സിനിമാ നടന്മാരോടാണ്, നമ്മുടെ ക്രിക്കറ്റ് നടന്മാരോടാണ്. നമുക്ക് സ്നേഹം ഇപ്പോൾ വേടനോടാണ്, നമുക്ക് സ്നേഹം ഡബ്സിയോടാണ്. എന്നിട്ട് ചുമ്മാ ഇരുന്ന് കരയാണ് ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട്. വെറുതെ കരയാണ്. നിങ്ങളുടെ ഉമ്മ മരിച്ചു പോകും, മരിക്കണം. എന്നിട്ട് ആ ഡബ്സിയൊക്കെ പിടിക്കണോ, വേടന്റെ ഗാനമേളക്ക് പോടോ, കടപ്പുറത്ത് എവിടെയെങ്കിലും MDMA കിട്ടുമോ നോക്കണോ. വെറുതെ കള്ളക്കരച്ചൽ. നിങ്ങൾക്ക് ഉമ്മാനോട് സ്നേഹമുണ്ടോ? ഉറക്കെ പറ, സ്നേഹമുണ്ടോ? ഉമ്മന്ന് മരിക്കണോ? പാപ്പാന്റെ മയ്യത്തൊന്ന് കൊണ്ടുവരണോ? സത്യാണോ? സത്യാണോ? കുട്ടികളെ, നമ്മുടെ ഉമ്മാര് നമ്മളെ 9-ാം മാസം ഗർഭത്തിൽ ഇങ്ങനെ ചുമക്കും. നിങ്ങൾക്കത് എത്രമാത്രം ആഴത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ പറ്റിയെന്നു. ആ ക്യാമ്പസ് സ്കൂളിലെ കുട്ടികളെ നമുക്ക് വേണ്ട. നോക്കൂ, ഞാനിപ്പോ ബഷീറാണ്, പിന്നിൽ പേര് പൈസ എന്നൊക്കെ ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്. ഈ ഗർഭാശയത്തിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ കിടന്നൊരു കാലുണ്ട് ഒരു 9-ാം മാസത്തില്.
നല്ല മഴ പെയ്യുന്ന ഒരു കർക്കിടക രാത്രി വാപ്പാന്റെ വീട്ടിലാകുമല്ലോ നമ്മുടെ ഉമ്മ ഉണ്ടാകുക. വാപ്പാന്റെ വീടൊന്ന് ആലോചിച്ച് നോക്കട്ടോ. വാപ്പാന്റെ സിസ്റ്റർമാരൊക്കെ ഉണ്ടാവും, പെങ്ങന്മാരൊക്കെ ഉണ്ടാവും, വാപ്പാന്റെ ഉമ്മ ഉണ്ടാവും, എല്ലാരും കിടന്നുറങ്ങും. ഇങ്ങോട്ട് ഗർഭായ ഭക്ഷണം നന്നായി കഴിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യും, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം. ഈ കുരുത്തം കെട്ട ഞാനുങ്ങളല്ലേ വയറ്റില്. രാത്രിയായ നമ്മളിങ്ങനെ തല കൊണ്ട് കുത്തും, ഉള്ളിൽ കിടന്നിട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ ഉമ്മാക്ക് അടിവയറ് വേദനിച്ചു പെടയും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉമ്മ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയും, സങ്കല്പിച്ചു നോക്ക്, പടച്ചോനെ ഈ പണ്ടാറ കുട്ടി ഒന്ന് ചത്തുപോണേന്ന് പറയോ? പറഞ്ഞിട്ടുണ്ടാവോ? പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ പറയാം, പടച്ചോനെ എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ, എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ, എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ. പ്രസവിച്ചു, നിങ്ങൾ മൂത്രമൊഴിച്ചിട്ടുണ്ടടാ. ഞാനും ഉമ്മാന്റെ മാറിടത്തിലൂടെയും മുഖത്തോടെയും മൂത്രം മാത്രല്ല മോര് കറി പോലെ കാഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ആൾക്കാരല്ലേ, SSLCക്കും +2 ഒക്കെ പഠിക്കുന്ന വലിയ വലിയ കുട്ടികളല്ലേ. അന്ന് മൂത്രിച്ചു കാഷ്ടിച്ചു ഉമ്മാന്റെ മാറിടത്തില്. ഹൈ ഹൈ ഹൈ, നിങ്ങൾ മൊബൈൽ തരാത്തേന് ചീത്ത വിളിച്ചാതേ ഉമ്മ. നിങ്ങൾ ഗാനമേളക്ക് പോകാൻ പറഞ്ഞപ്പോ ഉമ്മ സമ്മതിക്കാത്തതിന് നിങ്ങൾ ദേഷ്യപ്പെട്ട അതേ ഉമ്മ. നിങ്ങളൊന്ന് വീഴുമെന്ന് കരുതി പിന്നാലെ നിങ്ങൾ പിച്ച വെച്ചിട്ട് ഇങ്ങനെ ലേ എന്ന് പറഞ്ഞ് നടന്നൊരു കാലത്ത് ഉമ്മ പിറകിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്റെ സമയം കഴിയാൻ പോവാണ്, വലുതായില്ലേ, വലിയ കുട്ടികളായില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഉമ്മാനോട് വലിയ ഇഷ്ടാന്ന് പുറത്തേക്ക് പറയെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പോ വേടനാണ്, നിങ്ങളുടെ ഇഷ്ടപ്പോ ഡബ്സിയാണ്. അത് ലൈവ് പോകാണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പേരെടുത്ത് പറഞ്ഞോണ്ടാ, നമുക്ക് അങ്ങനെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, റെക്കോർഡിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മൾ മാത്രമുള്ള സദസ്സിൽ പറയാ ശരിയല്ലേ ആന്ന് പറയും, ശരിയല്ലേ. നിങ്ങൾക്ക് ആർക്കും അവരോട് സ്നേഹമില്ല, പിന്നെ സിനിമക്ക് പോവാറില്ല. നിങ്ങൾ വാപ്പമ്മയും പറഞ്ഞ മാത്രം അനുസരിക്കുള്ളൂ. ഉറപ്പാണ്? ഉറപ്പാണെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഉമ്മയും വാപ്പിന്ന് മരിച്ചോട്ടെ. അപ്പൊ ഭയങ്കര സ്നേഹമാണല്ലേ. ഒന്നും കൂടി ഒന്ന് ഉമ്മാനെ ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് കരയാൻ പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞോളൂ. ദ്വാരക്ക് കൈ ഇങ്ങനെ പിടിച്ച് ദ്വാ ചെയ്യും. എന്നോടല്ല അള്ളഹാനോടൊന്ന് ദ്വാരക്ക് കണ്ണിയും ഇരുന്ന് കരയാൻ പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞിട്ട് അള്ളഹാനോട് പറ, പടച്ചോനെ കൊറേ കാലം എൻ്റെ ഉമ്മ വേണേ അല്ലാ. 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉമ്മാക്കോ ഉപ്പാക്കോ വേണ്ടി അങ്ങനെ ദ്വാരുന്നിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഉപ്പാനെ ഉമ്മാനെ നമ്മൾ അങ്ങനെ ഓർത്തിട്ടുണ്ടോ? അവർ സഹിക്കുന്ന ത്യാഗത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ട് ആവശ്യങ്ങൾ പറയല്ലാതെ ഇന്ന് ക്യാമ്പ് കഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് ഉമ്മ കുറേ കാലം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് പറയ്, ഇൻഷാ അല്ലാഹ് പറയ്. അപ്പൊ ഉമ്മ ചോദിക്കുക എന്താടോന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ പറയണം, ഇന്ന് SKSFന്റെ ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മാനോട് പൊരുത്തപ്പെടിക്കണമെന്ന്, ഉമ്മാനെ കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഉറപ്പല്ലേ? ഒന്ന് ഉറക്ക ദ്വാരക്കുന്ന, ഞാൻ പതുക്കെ ദ്വാരക്കാനാ പറഞ്ഞു, ഒന്ന് ഉറക്ക ദ്വാരക്ക്. അല്ലാഹു നിങ്ങളുടെ ദുആയൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു നിങ്ങളുടെ ദുആയെല്ലാം സ്വീകരിക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ എവിടെയോ ഇപ്പം ഉമ്മ അങ്ങനെ ഉച്ചഭക്ഷണം തയ്യാറാക്കാനുള്ള തിരക്കിലാവും. ഇരിക്കുന്ന വലിയവരുടെയും ചെറിയവരുടെയും ഒക്കെ ഉമ്മ എന്തോ തിരക്കിലാവും. ഇപ്പൊ വാപ്പ എവിടെയോ, എന്റെ വാപ്പ മരിച്ചുപോയി. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെന്റുമ്മാന്റെ മുഖമേ. പാവാണ് കുട്ടികളെ, നമ്മുടെ ഉമ്മയൊക്കെ പാവാണ്, പാവാണ്, ഭയങ്കര പാവങ്ങളാണ്. ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ.
ഇന്ന് പോയിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കൂലേ? ഈ ക്യാമ്പിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഉമ്മ കൊടുക്കൂലേ? ആന്ന് ഉറക്കെ പറ, ഉറക്കെ പറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുട്ടികളെ, എന്നാൽ ഇനി 10 മിനിറ്റോളം എൻ്റെ സമയത്തിലുള്ള 5 മിനിറ്റ് അവശേഷിക്കുന്നത്. ഒരു 3 മണിക്കൂറെങ്കിലും സംസാരിക്കണം. നോക്കൂ കുട്ടികളെ, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, സ്റ്റഡി ആയിരിക്കും. ഞങ്ങളെ ആ സങ്കടത്തിൽ അങ്ങനെ വിടുന്നില്ല. അത് ചിലപ്പോൾ മനഃശാസ്ത്രപരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അത് റിലാക്സേഷൻ വേണം. എഴുന്നേറ്റിക്കും. ഓൾ സ്റ്റാൻഡ്. തൊട്ടടുത്തിരിക്കുന്ന ആള് അപ്പുറത്തെ കസേരയിലേക്ക് മാറിയിരിക്കും. അതേ കസേരയിൽ ഇരുന്നാൽ മരിക്കൂട്ടോ, മാറിയിരിക്കും. Sit down, sit down. വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയില്ലേ? ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയില്ലേ? മനസ്സിന് അവിടെ കിടന്ന് ഉരുളരുത്. ഇങ്ങോട്ട് തിരിച്ചെത്തിയില്ലേ? ക്യാമ്പിലേക്ക് എത്തിയില്ലേ? സ്റ്റഡി ആയിരിക്കും. എൻ്റെ കണ്ണിലേക്ക് നോക്ക്. ഞാൻ ഇവിടുന്ന് ഒരു മാജിക് കാണിക്കാൻ പോകും. എൻ്റെ കണ്ണിലേക്ക് നോക്ക്. നിങ്ങളെ ഉണർത്താൻ മലയിൽ സാഹിബ് ഉണർത്തിക്കോളും. അവിടെ ആ സങ്കടത്തിൽ തന്നെ നിന്നോളും. കുട്ടികളെ, നമുക്ക് ഇത്രയും സ്നേഹം മാതാപിതാക്കളോടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ സ്നേഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 2 ഐഡിയ പറഞ്ഞുതരാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൻ റആനി ഫിൽ മനാം, ആരെങ്കിലും എന്നെ കിനാവിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ള, അവൻ എന്നെ ഉണർച്ചയിൽ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. നിങ്ങളെല്ലാരും മദീനത്ത് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. കുട്ടികളെ, അങ്ങനെ 2 ആഗ്രഹങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങള് SKSSFന്റെ പുറത്തുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത്. SKSBVയുടെ പുറത്തുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. ആരെങ്കിലും ചെറിയ പൊതി തന്ന് നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ വേണ്ടടാന്ന് പറയാം. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ സ്നേഹത്തോടെ ഉണ്ടാകണമെങ്കിൽ ലൈഫിൽ നമ്മുടെ ഏറ്റവും വലിയ എയിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ചെറിയ പ്രായക്കാരായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണം. അങ്ങനെ നിങ്ങൾ ആ ആഗ്രഹം ഒരു ക്രഷ്, ഒരു ക്രൈസ് ആക്കി മാറ്റി വെക്കും. ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ കാണും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യണ്ട, ഞാൻ പറയുന്ന വാക്കുകളെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ബഷീർ പൈസയാണല്ലോ, എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. 3 മാസത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിന്റെ ഉള്ളിലാകാനും പറ്റും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവന്തിച്ച. ഇങ്ങനെ പതുക്കെ ഹൈഡ്രോളിക് സിസ്റ്റമായി ഇങ്ങനെ പൊന്തേണ്ട ഒരു ചോദ്യമാണോ? അത് അല്ല. ഇങ്ങനെ അങ്ങനെ പൊക്കണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്ക്. മദീനത്ത് പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്ക്. എന്തൊരു ചന്താണ് കൈ കാണാല്ലേ. 2 കൈയും പൊക്കണം കേട്ടോ. മാതാപിതാക്കള് നിങ്ങളുടെ കുറേ കാലം നിങ്ങളോട് കൂടെ സ്നേഹത്തിൽ ആരോഗ്യത്തോടെ ഉണ്ടാകാറുള്ളവരൊക്കെ കൈവന്തിക്കും. എന്തൊരു ചന്താണ് കൈ കാണാൻ. വാ, താഴ്ത്തണ്ട. മക്കത്തോദിച്ച നിലാവേ, മദീനത്താണവായ നൂറേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴ്ത്തിക്കോളൂ. കുട്ടികളെ, 5 വക്ത് നിസ്കാരം മുടക്കൂല എന്ന് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും.
5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. ഞങ്ങൾക്ക് ഭാരമുള്ള പരിപാടി ഒന്നും പറയില്ല. 5 നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പറയും. ഒരാളുടെ ഈബത്ത് നമീമത്തും പറയില്ല. ഇൻഷാ അല്ലാഹ് പറയും. ബാക്കി കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. ഒക്കെ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. 3ാമത്തെ കാര്യം, മാതാപിതാക്കളെ ഉസ്താദുമാരെ നമ്മൾ ഒരിക്കലും എതിരാകില്ല. ഇൻഷാ അല്ലാഹ് പറയും. പുതിയ കാലത്തെ കുട്ടികളൊക്കെ ഉസ്താദുമാർക്കെതിരെയാണ്. ഉസ്താദുമാരെ മൈൻഡ് ചെയ്യാത്ത പരിപാടിയാണ്, അദബ് പാലിക്കാത്ത പരിപാടിയുടെ ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഇവർ രണ്ടും വിഷാണ്. മാതാപിതാക്കളും ഉസ്താദുമാരും വിഷാണ്. അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും പരിപാടി തീരും, മരിച്ചു. 3ാമത്തെ കാര്യം, 4ാമത്തെ കാര്യം, ഒരാളുടെയും ഹക്കായ ഒരു കാര്യം നമ്മുടെ വയറ്റിൽ പെടരുത്. ഇൻഷാ അല്ലാഹ് പറയും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിടക്കുമ്പോൾ ഒരു 11 സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചെല്ലുക. ഇൻഷാ അല്ലാഹ് പറയും. 6ാമത്തെ കാര്യം, നേരം വെളുത്താലും സുബീക്ക് എഴുന്നേറ്റാലും കിടക്കണ അവസാന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പറയും. 7ാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സലാത്ത്, ഞാൻ ഇന്ന സലാത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സലാത്ത് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ചെല്ലണം. ഇൻഷാ അല്ലാഹ് പറയും. പിന്നെ ഈ അവസാനം പറയുന്നത് നന്നായി ശ്രദ്ധിച്ചോളി. ലൈഫിൽ നമ്മുടെ 24 മണിക്കൂറിലായുള്ള ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഓർക്കണം. നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ പോലും ഓർക്കാത്ത ആൾക്കാരാണ്. ബാങ്കിൽ അശ്വന്ന ഉമർ റസൂൽ പറയുന്നുണ്ട്, നമ്മൾ ഓർക്കാറില്ല. അത്തയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നുണ്ട്, നമ്മൾ ഓർക്കാറില്ല. വെറുതെ പേഴ്സണൽ ആയിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഓർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. കറുത്ത മുടിയുള്ള ഇടത്ത് നിന്ന് വലത്തോട്ട് ചീകി വെച്ച മനോഹരമായ കേശാലങ്കാരം, വിശാലമായ നെറ്റിത്തടം, ഹിമകണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തും റൈഹാൻ പൂവ് പോലെ പുണ്യനബിയുടെ നെറ്റിത്തടത്തിന്റെ വജ്രശോഭ. പടച്ചോനെ, നീണ്ട പുരികമാണ്, അല്പം വളഞ്ഞത്, കൂട്ടിമുട്ടിയിട്ടില്ല. പക്ഷെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ കൂട്ടിമുട്ടി എന്നാണ് പറഞ്ഞത്. അനസ് തങ്ങൾ പറഞ്ഞു കൂട്ടിമുട്ടിയത് പോലെയാണ്, മുട്ടിയിട്ടില്ല. എന്റെ നബിയുടെ നാസിക നീണ്ടതാണ്, മദ്യം അല്പം ഉയർന്നതാണ്, നാസ്വാദ്വാരങ്ങൾ ചെറുതോ വലുതോ അല്ല. മുത്തുനബിയുടെ മൂക്കിന്റെ തുമ്പത്ത് ഒരു മരതക കല്ല് ജ്വലിക്കുന്ന പോലെ, സുലുസൂക കാഫൂറുൽ റുബൂക അംബറു ഖുമസൂക യാഖൂത്തുൽ ബഖീക ജൗഹറു. കുട്ടികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് കൃഷ്ണമണി കറുപ്പാണ്, വെളുത്ത പ്രതലങ്ങളോ പാലിന്റെ വെണ്മയാണ്. മുത്തുനബിയുടെ കണ്ണിൽ 2 ചെമപ്പ് ഞരമ്പുകളുണ്ട്, കൊച്ചു ഞരമ്പുകൾ. ദേഷ്യം വരുമ്പോൾ അത് കിടന്ന് പിടയ്ക്കുമെന്ന് അനസ് റളിയല്ലാഹു അൻഹു കാണണ്ടേ. വഹുവ മക്ഹൂലൻ, സുറുമ ഇട്ടിട്ടുണ്ട് പുണ്യനബിയുടെ കണ്ടടങ്ങളിൽ. സുറുമ അത് സ്വാഭാവികമായും സുറുമ ഇട്ടതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി ജനിച്ചു വീഴുമ്പോൾ തന്നെ. കണ്ണിന്റെ പീലികളോ നീണ്ടതാണ്. എന്റെ കുട്ടികളെ, നിങ്ങളുടെ ലഹരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി മാറണം. നോക്കൂ, ലോകത്ത് ഇങ്ങനെ ഒരു മനുഷ്യനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കണ്ണിന്റെ പീലിയുടെ വലിപ്പം പോലും റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ. ഇവിടെ ഉസ്താദുമാർക്കറിയാം, ശമാഇലു തുർമുദി എന്ന ഗ്രന്ഥങ്ങളുണ്ട്. പുണ്യനബിയുടെ നടത്തം, ഇരുത്തം, കിടപ്പ്, ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, മൗനം, മന്ദസ്മിതം, സംസാരം, എല്ലാം 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 റെക്കോർഡാണ്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ബോഡിഗാർഡ്, വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ബിഗ് ഫിക്സഡ് deposit. So Prophet Muhammad is the only one powerful man in world history and legend of world history. ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനില്ല. എന്റെ ഹബീബിന്റെ മാംസം തിങ്ങിയ മുഖമല്ല, എന്നാൽ ഒട്ടിയതുമല്ല, വട്ടമുഖമല്ല, എന്നാലോ നീളമുഖമല്ല.
കുട്ടികളെ, എന്റെ നബിയുടെ ചുണ്ട് റോസാപ്പൂവിന്റെ ഇതള് പോലെയാണ്. എന്റെ നബി ഒന്ന് ചിരിച്ചാലോ നക്ഷത്ര കുഞ്ഞുങ്ങൾ അരിച്ചു നടക്കുന്നത് പോലെ തിളങ്ങുന്ന ദന്തനിരകളാണ്. എന്റെ നബി ഒന്ന് സംസാരിച്ചാലോ പവിഴമുത്തുകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മ്യൂസിക്കൽ ഇഫക്ട്, സംഗീതാത്മകം, അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിയുന്ന സമ്പുഷ്ടമായ സമ്പൂർണമായ സംസാരമാണ് സായുജ്യ സാരഥ്യമേ മുഹമ്മദ് മുസ്തഫ. നബിയെ കാണാത്ത ജീവിതമേ ഫെയിൽ, സക്സസ് ലൈഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ ലൈമതായിരിക്കണം റസൂലുള്ളാഹിനെ കാണുക. എന്റെ നബിയുടെ താടി പിടിച്ചാൽ ഒതുങ്ങുന്നതാണ് ഒരു കൈകൊണ്ട്. ബലിഷ്ഠമായ പെരടിയാണ്. തൂലുൽ മർബുഅ, വിശാലമായ നെഞ്ചാണ്, വിരിഞ്ഞ നെഞ്ചാണ്. രോമരാശികളുണ്ട്, താഴോട്ടിറങ്ങിയുണ്ട്. വയറ് ഒട്ടിയ വയറല്ല, കുംഭ വയറുമല്ല. നിങ്ങൾ 6 പാക്ക് ഉള്ളവരാ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും അല്ലേ? മുസ്തഫായ നബിക്ക് 6 പാക്ക് ഉണ്ട്, പക്ഷെ ഉണ്ടാക്കിയെടുത്ത ജിമ്മിൽ പോയിട്ടല്ല. 3 കൊച്ചു ചുളിഞ്ഞ വരകൾ റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ വയറിലുണ്ടായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നബി വെളുപ്പാണോ? അല്ല. എന്റെ നബി കറുപ്പാണോ? അല്ല. എന്റെ നബി ചെമപ്പാണോ? അല്ല. ചെമപ്പും വെളുപ്പും കലർന്ന ഗോതമ്പിന്റെ സ്വർണവർണം. എന്റെ നബിയെ തൊട്ടാലോ യമനി പട്ടിന്റെ മാർദ്ദവം. എന്റെ നബി ഒരു വഴിയിലൂടെ നടന്നുപോയാൽ മണിക്കൂറുകളോളം അത്തറിന്റെ മണമാണ്, അത്തറിന്റെ മണമാണ്. മുസ്തഫായ നബി അത്തർ തേച്ചതല്ല, അവിടുത്തെ പരിശുദ്ധമായ ദാത്തു ശരീഫ അത്തറിന്റെ സുഗന്ധമാണ്. എന്റെ നബി സൂര്യൻ അഭിമുഖമായി നടന്നാൽ ഇപ്പുറത്ത് നിഴല് വരില്ല. എന്റെ നബി ഉറങ്ങിയാൽ കണ്ണുറങ്ങിയാലും കൽബുറങ്ങില്ല. എന്റെ നബി മുന്നിൽ കാണുന്നത് പോലെ പിറകിൽ കാണും. എന്റെ നബി കാഷ്ടിച്ചോ മൂസ്ത്രിച്ചോ ഭൂമിയിൽ അത് അവശേഷിക്കില്ല. എന്റെ നബി നടക്കുമ്പോൾ ഒരു കുന്നിറങ്ങി വരുന്നത് പോലെയാണ്, അല്പം മുന്നോട്ടാഞ്ഞ്. വാവ്! എന്റെ നബി ഏത് സദസ്സിലിരുന്നാലും ആ പരിശുദ്ധമായ ശിരസാണ് ഉയർന്നു നിൽക്കുന്നത്. എന്റെ നബി പ്രസവിക്കപ്പെട്ടപ്പോൾ 2 കൈ നിലത്ത് കുത്തി മുഖം ആകാശത്തേക്ക് ഉയർത്തി ചുണ്ടിൽ മനോഹരമായ ചുരിയുമായി കണ്ണു തുറന്നാണ് പ്രസവിച്ചത് എന്ന് ആമിന ബിബി റളിയല്ലാഹു അൻഹ. വഹുവ മഖ്ഊലുൻ വഹുവ മഖ്തൂനുൻ. ചേലാകർമ്മം ചെയ്യപ്പെട്ടു, സുറുമയിട്ടിട്ടാണ് എന്റെ റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളെ, 63 കൊല്ലാണ് നബി ജീവിച്ചത് അല്ലേ? 63 കൊല്ലല്ലേ? നിങ്ങളുടെ ശബ്ദമൊക്കെ പോയിട്ടോ, ആ ഫീലിംഗ് തിരിച്ചു വരൂ. 63 കൊല്ലല്ലേ? ആന്ന് പറയേ. ജനിച്ചിട്ട് 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് എന്റെ പരിശുദ്ധ റസൂലുള്ളാന്റെ തിരുശരീരത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നിട്ടില്ല, ഒരു പ്രാണി വന്നിരുന്നിട്ടില്ല, ഒരു കൊതുക് വന്നിരുന്നിട്ടില്ല, ഒരീച്ച വന്നിരുന്നിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുട്ടികളെ, ലഹരിയോട് നിങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നതല്ല, ആരെങ്കിലും കെണിവലയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. മുഹമ്മദാണ് ലഹരി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില് 500 ആളുകളിൽ 10 ആൾക്കെങ്കിലും അതൊരു ക്രഷായി മാറിയാൽ മതി. റസൂലുള്ളാഹ് ഒരു ക്രൈസായി മാറിയാൽ അത്രേ നമ്മൾ പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും നിങ്ങൾ വളർന്നു വലുതാകുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഹബീബായി നബിയുമായി സന്ധിക്കുന്ന ഒരു വേളയുണ്ടാവുമ്പോൾ ഈ സദസ് SKSSFന്റെ പുത്തൂർ പാടത്തെ ഈ ക്യാമ്പ് SKSBVയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിങ്ങൾ ഓർക്കണം. മരണം വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടിയുറച്ച ആദർശബോധമുള്ള പോരാളിയായി മുന്നോട്ട് പോകണം. വിദ്യാത്തിന്റെ ഒരു വലയത്തിലേക്ക് നിങ്ങൾ പോകരുത്. മതനിഷേധത്തിന്റെ, യുക്തിവാദത്തിന്റെ അത്തരം അരാജകമായ പ്രസ്ഥാനങ്ങളിലേക്ക് പോകരുത്. ഇൻഷാ അല്ലാഹ് എന്ന് ഉറക്കെ പറയും. ഇൻഷാ അല്ലാഹ് എന്ന് പറയും. നേരത്തെ മാരില്ല, മുദ്രാവാക്യം വിളിക്കാൻ പോവാണ്. സമസ്ത പോരാ പോരാ, സമസ്ത. കൈ മുഷ്ടി ചുരുട്ടടോ. സമസ്ത SKSBV. താങ്ക് യു ഓൾ. സമയത്തിന്റെ ഒരു പരിധി കാരണം ഞാൻ ഓടിച്ചു പറഞ്ഞു പോയതാണ്.
നിങ്ങളുടെ ഉമ്മ മരിക്കൊന്നുമില്ല, അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. അഥവാ ആരെങ്കിലും മരിച്ചെങ്കിൽ ഇതിനെ ശപിക്കരുത്, അത് അള്ളാഹുവിന്റെ വിധിയായിരിക്കും. അസ്സലാമു അലൈക്കും.